നമസ്കാരം. സ്വർണ്ണപ്രേമികൾക്ക് ആശ്വാസം നൽകി സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു. കേരളത്തിൽ ഇന്ന് രാവിലെ ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 13,065 രൂപയായി. 560 രൂപ കുറഞ്ഞ് 1,04,520 രൂപയാണ് പവൻ വില. ഇന്നലെ ഇന്നുമായി പവൻ വിലയിൽ 760 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. 1 ലക്ഷത്തിന് താഴെ വരും സ്വർണ്ണവില എന്ന കണക്കുകൂട്ടൽ വന്നെങ്കിലും ഇതുവരെ പവന് 1 ലക്ഷത്തിന് താഴെ പോയിട്ടില്ല. പവന് 80,000 രൂപയോളം താഴും എന്നാണ് നിഗമനം. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് സ്വർണത്തിന് തിരിച്ചടിയാവുന്നത്. സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിൽ വരുന്നതിനാൽ സ്വർണം വാങ്ങാൻ മടിക്കുകയാണ് ഉപഭോക്താക്കൾ. 1 ലക്ഷത്തിൽ താഴെ വരണം എന്നാണ് കേരളീയരുടെ ആഗ്രഹം. ഇപ്പോൾ കർക്കടക മാസം തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത മാസം ചിങ്ങമാണ്. ചിങ്ങത്തിനാണ് വിവാഹങ്ങൾ ഏറെ നടക്കുന്നത്. അതിനാൽ കേരളത്തിലെ ആഭരണ വിപണി ഇനിയും അനുസൃതമായി ഉണരും. സ്വർണം 1 ലക്ഷത്തിന് താഴെ വന്നാൽ വാങ്ങൽ ശേഷി കൂടും. സ്വർണ്ണ വിപണിയെ ചൂഴ്ന്നു നിൽക്കുന്ന അനിശ്ചിതത്വവും ഇല്ലാതെയാവും. എന്നാൽ പവൻ വില 1 ലക്ഷത്തിന് താഴെ ഇതുവരെ വന്നിട്ടില്ല. അതാണ് നിരാശ ഉണ്ടാക്കുന്നത്. അമേരിക്കയിൽ കഴിഞ്ഞ മാസം പണപ്പെരുവും പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ല. പലിശ നിരക്ക് കൂടിയേക്കാമെന്ന വിലയിരുത്തലുകളെ തുടർന്ന് US ഡോളർ വീണ്ടും ശക്തമായി. ഇതാണ് സ്വർണ്ണവിലയുടെ ഇടിവിന് വഴിവെച്ചത്. പലിശ കൂട്ടാനുള്ള സാധ്യത ശക്തമായാൽ സ്വർണ്ണവില കൂടുതൽ ഇടിയും. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുകയാണ്. ഹോർമുസ് ഇറാൻ അടച്ചതോടെ US ശക്തമായ ആക്രമണമാണ് ഇറാനിൽ നടത്തുന്നത്. ട്രംപിനെ വധിക്കാൻ ഇറാൻ ശ്രമം നടത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ US കനത്ത ആക്രമണമാണ് ഇറാനിൽ നടത്തുന്നത്. ഹോർമുസിന് പുറമെ നിർണായക കപ്പൽപാതയായ ചെങ്കടലിലേക്കും യുദ്ധം നീളുന്നത് എണ്ണവില കത്തിക്കയറാൻ ഇടയാക്കിയിട്ടുണ്ട്. ഹോർമുസ് ഒഴിവാക്കി ചെങ്കടൽ വഴി വരുന്ന കപ്പലുകളെ ഹൂതി വിമതരും ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം ശക്തമായാൽ എണ്ണവില വീണ്ടും കത്തും. ഇത് പണപ്പെരുപ്പം കൂടാനും വഴിയൊരുക്കും. ഡോളർ കുതിക്കും. ഇതോടെ സ്വർണ്ണവില വീണ്ടും ഇടിയും. കേരളത്തിൽ സ്വർണ്ണവില 1 ലക്ഷത്തിലും താഴണമെങ്കിൽ യുദ്ധം, പണപ്പെരുപ്പം, പലിശ നിരക്ക് എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇവയെല്ലാം ശക്തമായ സ്വർണ്ണവില ഇടിയും. അങ്ങനെയെങ്കിൽ കേരളത്തിൽ പവൻ വില 1 ലക്ഷം രൂപയ്ക്ക് താഴെയാകും എന്ന് ഉറപ്പാണ്. എന്തായാലും സ്വർണ്ണ വിപണി അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്.